കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടരുന്നു. പോലീസ് ഒഴിപ്പിച്ച ജന്തർ മന്ദറിലെ സമരപന്തലിൽ പ്രവർത്തകർ വീണ്ടും ഒത്തുകൂടി. പാർലമെന്റിലേക്ക് ഇന്നും മാർച്ച് നടത്തിയേക്കും. തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും CJP നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 70 CJP പ്രവർത്തകരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും ഇന്നും വീണ്ടും ഈ ഒരു പ്രതിഷേധ മാർച്ച് തുടരുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും ഈ ഒരു സമരപ്പന്തൽ ഇവർ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്തി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് തള്ളി തകർത്ത ടെന്റുകളും മറ്റും കൂടാരങ്ങളും എല്ലാം ഇന്നലെ രാത്രിയോടെ പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് വിട്ടയച്ച CJP പ്രവർത്തകർ ഇപ്പോൾ ജന്തർ മന്ദറിൽ തിരിച്ചെത്തി CJPയുടെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു പാർലമെന്റിലേക്ക് ഒരു മാർച്ച് ഉണ്ടാകാനുള്ള സാധ്യതയും ഇതോടുകൂടി വ്യക്തമാകുന്നു. കഴിഞ്ഞ ദിവസമുള്ള മാർച്ചിൽ വ്യാപകമായ സംഘർഷത്തിൽ നിരവധി CJP പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് CJP സ്ഥാപനമായിട്ടുള്ള അഭിജിത് ദീപ്തി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഒരു പ്രവർത്തകയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം വന്നിട്ടുണ്ട്. 70 പേരെയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഡൽഹി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കേസുകൾ ചുമത്തും എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ പാർലമെന്റ് പ്രധാന കവാടം 3 മണിക്കൂറിലധികം അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2001 ശേഷം പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഇത്തരത്തിലൊരു സംഭവം ഇതിൽ ആദ്യമായിട്ടായിരുന്നു. ഈ യുവജന പ്രക്ഷോഭം അല്ലെങ്കിൽ രോക്ഷം അത് വലിയ രീതിയിലുള്ള ആളിക്കത്തലിലേക്ക് കടക്കുകയും പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട കവാടം 3 മണിക്കൂർ അടച്ചിട്ടതും വലിയ ഗുരുതര പ്രശ്നമായി തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 5 IPS ഉദ്യോഗസ്ഥരടക്കം 118 പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഡൽഹി പോലീസ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടും എന്നതാണ്. അതുപോലെ തന്നെ സമരക്കാർ 20ലധികം വാഹനങ്ങൾ തല്ലി തകർത്തു എന്നുകൂടി ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. എന്തായാലും രാത്രിയോടെ തിരിച്ചെത്തിയ CJP പ്രവർത്തകരായിരുന്നു ഇത്തരത്തിൽ പോലീസ് തകർത്ത കൂടാരങ്ങളും മറ്റും പുനഃസ്ഥാപിച്ചത് സമരം തുടരുന്നത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന കേന്ദ്ര JP നദ്ദയുമായി നടന്ന ചർച്ചയിൽ CJP പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. അതിൽ ഒന്ന് പ്രധാനമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. അതുപോലെ തന്നെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ധനസഹായം നൽകണം. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും സമരം ചെയ്തതിൻ്റെ പേരിൽ പോലീസ് അല്ലെങ്കിൽ പോലീസ് വേഷന്മാർ വന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം തുടങ്ങിയ 3 ആവശ്യങ്ങളാണ് കത്ത് രൂപേണ JP നദ്ദയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ 2 കാര്യങ്ങൾ, അതിൽ പ്രധാനമായി ഒന്ന് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിൻ്റെ മോചനം. ഈ 2 കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉടൻ ഉണ്ടാകില്ല, അത്തരത്തിലൊരു ചർച്ചയും തീരുമാനമായിട്ടില്ല എന്നതാണ് അനൗദ്യോഗിക ഒരു വാർത്താരങ്ങളിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള സൗരവ് ദാസ്, ആശുകെ റാങ് തുടങ്ങിയ 2 പേരാണ് കഴിഞ്ഞ ദിവസം ചർച്ച നടക്കിയത്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ചർച്ച. അതിലൊരു പുരോഗതി വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സമരം കടുപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി ആലോചിക്കുന്നത്. എന്തായാലും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് CJPയും വ്യക്തമാക്കുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു സംഘർഷ നിമിഷങ്ങളിലേക്ക് രാജ്യതലസ്ഥാനം കടക്കാനുള്ള ഒരു സാധ്യതയും സ്ഥാപകൻ അഭിജിത് ദീപ്തിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. അരുണിമ.
ശരി, വ്യക്തമാണ്. എന്തായാലും പോലീസ് ഒഴിപ്പിച്ച ജന്തർ മന്ദറിലെ സമരപ്പാന്തത്തിൽ പ്രവർത്തകർ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. പാർലമെന്റിലേക്ക് ഇന്നും മാർച്ച് നടത്തിയേക്കും. എന്തായാലും തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് CJP നേതാക്കളൊക്കെ അറിയിക്കുന്നത്. എന്തായാലും 70 CJP പ്രവർത്തകരെ ഡൽഹി പോലീസ് ഇതിലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും ഇന്നും പ്രതിഷേധം കടുപ്പിക്കാനാണ് CJP പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.